ശ്രീ സുരേഷ് ഗോപി കേരളത്തിൻ്റെ അഭിമാനമായൊരു വ്യക്തിയാണ്. 35 വർഷങ്ങൾ 3 ദശാബ്ദങ്ങളോ 4 ദശാബ്ദങ്ങളോ അടുപ്പിച്ച് മലയാള സാംസ്കാരിക ജീവിതത്തിലെ നിറസാന്നിധ്യമായി നിൽക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന നമുക്കെല്ലാം ഇഷ്ടമുള്ള ഭാരത് അവാർഡടക്കം നേടിയിട്ടുള്ള മികച്ച കലാകാരൻ, ഈ രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ അഭിമാനമാണ്. ശ്രീ സുരേഷ് ഗോപിയുടെ ശത്രുക്കൾ പോലും അദ്ദേഹം നല്ല മനുഷ്യനല്ലെന്ന് പറയില്ല. കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ എന്നും തിരിച്ചറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്. BJPക്ക് കേരളത്തിൽ വോട്ട് ബേസ് പലപ്പോഴും കുറവാണ്. പക്ഷേ സുരേഷ് ഗോപിയെപ്പോലൊരു മാസ് ക്രൗഡ് പുള്ളർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ വോട്ട്, BJPയുടെ പരമ്പരാഗത വോട്ടുകളോടൊപ്പം വോട്ടുകൾ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിഞ്ഞാൽ വിജയസാധ്യതയുണ്ട്. തൃശ്ശൂർ പൊതുവേ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ സുരേഷ് ഗോപി മതസൗഹാർദ്ദവാദിയ ഒരു വ്യക്തിയാണ്. ഒരു മത സമുദായത്തെയും കുറ്റം പറയാത്ത, ആർക്കെതിരെയും വ്യാജാരോപണങ്ങൾ ഉന്നയിക്കാത്തൊരു വ്യക്തിയാണ്. നാർക്കോട്ടിക് ജിഹാദിൻ്റെ തർക്കവും ചർച്ചയൊക്കെ വന്നപ്പോൾ ആ വൃത്തികെട്ട വാക്ക് എന്നോട് പറയരുതെന്നാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് വിദ്വേഷവും വർഗീയതയും വിഭാഗീയതയൊന്നും മനസ്സിലില്ലെന്നറിയാം. ക്രിസ്ത്യൻ വിഭാഗങ്ങളോട് ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന, മുസ്ലിം സഹോദരങ്ങളോടും ബാക്കി എല്ലാ വിഭാഗത്തോടും സൂക്ഷിക്കുന്ന, ആ നല്ല ബന്ധം സൂക്ഷിക്കുന്ന അഭിമാനിയായ ഒരു ഹിന്ദു മതസൗഹാർദ്ദവാദിയുമാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചതാണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വലിയൊരു സാധ്യതയുണ്ട്. ആ സാധ്യതകൾ അദ്ദേഹം പ്രയോജനപ്പെടുത്തണം. കാര്യം കൂടുതലും തൃശ്ശൂരിലും തിരുവനന്തപുരത്തുമായിരിക്കും അദ്ദേഹത്തിന് സാധ്യതകൾ ഉണ്ടാകുക. തിരുവനന്തപുരത്ത് കുറേ കൂടെ ടൈറ്റ് ആയിരിക്കാം കോമ്പറ്റീഷൻ. കാര്യം ശശി തരൂർ സാറിനെ പോലൊരു വിശ്വപൗരനുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 3 ഇരട്ടിയോളം അദ്ദേഹം വോട്ട് വർദ്ധിപ്പിച്ചു. അതൊട്ടും ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഭരത്ചന്ദ്രൻ IPS ആയി, അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ, ഇപ്പം ഗരുഡനായി, നമുക്ക് ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് അടുത്ത് പരിചയമുള്ള സുരേഷ് ഗോപി നിസ്വാർത്ഥനായി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അടുത്ത് നിന്നറിയാനും പരിചയപ്പെടാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളുടെ പകുതിയോ 10-1 മാത്രമേ വെളിയിൽ അറിയാറുള്ളൂ. അദ്ദേഹം ഈ ആക്റ്റീവ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് സർവീസുകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളിലെ, പിന്നോക്ക കോളനികളിലെ വെള്ളമടക്കം എത്തിക്കുന്നതിലൊക്കെ ഒരുപാട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവെൻഷൻ, ഒരുപാട് കമ്മിറ്റികളിൽ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അമ്മ എന്നെ ജയിലിലാട്ടച്ചപ്പോൾ എൻ്റെ അമ്മ തിരുവനന്തപുരത്ത് നിന്ന് എന്നെ കാണാൻ വന്നത് ഏകദേശം 8:30-ക്കാണ്. പക്ഷേ ആദ്യം കാണാൻ വന്നത്, ഞങ്ങളെയെല്ലാം അന്ന് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരെയും കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം കൊട്ടാരക്കര എത്തിയത് ശ്രീ സുരേഷ് ഗോപിയാണ്. അപ്പോൾ എന്നും ഭക്തിക്ക് വേണ്ടി നിൽക്കുന്ന, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന, മതസൗഹാർദ്ദത്തിന് വേണ്ടി നിൽക്കുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു മുമ്പോട്ടുള്ള കാഴ്ചപ്പാടുള്ള സുരേഷ് ഗോപിയെ പോലുള്ളവർ വരണം. അത് ഏത് പാർട്ടിയാണെങ്കിലും, സുരേഷ് ഗോപി ആകട്ടെ, ശ്രീ ശ്രീധരനാകട്ടെ, ശ്രീ ശശി തരൂർ ആകട്ടെ, അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ നാടിൻ്റെ പൊതു പൈതൃകവും പൊതു സ്വത്തുമാണ്. അപ്പോൾ ഇവരെയൊക്കെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വള്ളികൾക്കപ്പുറം, അല്ലെങ്കിൽ ചില ചില്ലുകൾക്കപ്പുറം കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എല്ലാ പാർട്ടിയിലും ഇതുപോലെ ആൾക്കാരുണ്ട്. CPM-ലും ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ട്, അല്ലെങ്കിൽ BJPയിലും ഉണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരത്തിലുള്ള ആൾക്കാർ ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും പ്രാർത്ഥനയും. അദ്ദേഹത്തിന് ജയസാധ്യതയുമുണ്ട്. ലോകസഭ പ്രധാനമായിട്ട് നമ്മളെ കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. നിയമസഭാ ഇലക്ഷനിൽ കേരളം ആര് ഭരിക്കും, ഏത് ഡിറക്ഷനിലേക്ക് പോകണം, ദിശയിലേക്ക് പോകണം, എന്ത് ഡിറക്ഷൻ പോകണം എന്നൊക്കെയുള്ളതായിരിക്കും പ്രധാനമായി തീരുമാനിക്കുക. അപ്പോൾ ലോകസഭയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് തൽക്കാലം വെല്ലുവിളി ഉയർത്താൻ ദേശീയ തലത്തിൽ അധികം ആൾക്കാരുമില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രത്യേകിച്ച് റീസെൻ്റ്ലി സംഭവിച്ച 4 സംസ്ഥാന ഇലക്ഷൻസിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ 3 സംസ്ഥാനങ്ങളും ജയിക്കുകയുണ്ടായി. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് അടക്കം ജയിക്കുകയുണ്ടായി. തെലങ്കാന കോൺഗ്രസിനും വമ്പിച്ച ഒരു വിജയം സമ്മാനിക്കുകയുണ്ടായി. അപ്പം ഇന്ത്യ ബ്ലോക്കാണ് ഒരു ഭാഗത്ത്. ഇന്ത്യ ബ്ലോക്ക് വോട്ടും സീറ്റും കൂട്ടുമെന്ന കാര്യത്തിൽ ഒരു പക്ഷേ സംശയം വേണ്ട. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ, ബാക്കിയുള്ള പാർട്ടികൾ ഏതൊക്കെയാണ് അപ്പം വരിക എന്നറിയില്ല. ഉദാഹരണം നിതീഷ് കുമാറിൻ്റെ JDU അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി വരികയാണെങ്കിൽ, അങ്ങനെ പല പാർട്ടി, CPM അകത്തു നിന്നോ പുറത്തു നിന്നോ പിന്തുണച്ച് ഇന്ത്യയിലെ ഇടതുപക്ഷം, ഈ സെൻറ്റർ ലെഫ്റ്റും, ലെഫ്റ്റ് ലിബറൽസും, ലെഫ്റ്റും എന്നൊക്കെ പറയുന്ന ഒരു വിശാലമായ നിലപാട് തറ ഒരു വശത്ത്, മറുവശത്ത് ഒരു സെൻറ്റർ റൈറ്റ് നിൽക്കുന്ന ശ്രീ നരേന്ദ്രമോദി, റൈറ്റിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ, ഈ മധ്യവലതും വലതും നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ, ഇവ തമ്മിലാണ് പോരാട്ടം. പക്ഷേ ശ്രീ നരേന്ദ്രമോദിയെ വെല്ലാനോ, നരേന്ദ്രമോദിയെ ചലഞ്ച് ചെയ്യാനോ തക്ക
ഒരു സ്റ്റേച്ചർ ഇതുവരെ മറ്റ് ലീഡേഴ്സിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഉദാഹരണം, ശ്രീ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് ആകുകയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് കുറച്ചുകൂടെ വെല്ലുവിളി ഉയർത്തുമായിരുന്നു. ശ്രീ പ്രണബ് കുമാർ മുഖർജി ഇന്ന് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ ശ്രീ നരേന്ദ്രമോദിക്ക് ശക്തമായൊരു വെല്ലുവിളി ഉയർത്തുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾക്ക് രണ്ട് വശങ്ങളുള്ളതുപോലെ ലെഫ്റ്റും റൈറ്റും ഉണ്ടാകും. അപ്പോൾ നമുക്ക് റൈറ്റും വേണം ലെഫ്റ്റും വേണം. ഒരു ചിറകുടിഞ്ഞാൽ നമുക്ക് പറക്കാൻ കഴിയില്ല. ഏത് ചിറകിന് പ്രോമിനൻസ് കിട്ടുന്നോ ആ പാതയിലേക്ക് ഒരു പക്ഷി പറക്കുന്നു എന്നുള്ളതാണ് സത്യം. അതേപോലെ ജനാധിപത്യത്തിൻ്റെ പക്ഷി, ജനാധിപത്യത്തിൻ്റെ ഗരുഡൻ പറക്കണമെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾക്കും സ്ട്രെങ്ത് വേണം. അവിടെയാണ് നിതിൻ ഗഡ്കരിയെ പോലുള്ള വളരെ ശ്രീ മോദി കഴിഞ്ഞാൽ സർവ്വസമ്മതനായ BJPയുടെ മിനിസ്റ്റർ പറയുന്നത് കോൺഗ്രസ് ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്നും. ശ്രീ രവിശങ്കർജിയെ പോലെ ലോകാരാധ്യനായ ഒരു ആത്മീയ ഗുരു പറയുന്നത് കോൺഗ്രസ് ഈ നാടിന് ആവശ്യമാണ്. കാര്യം നല്ല പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിലേ എക്സ്ട്രീമിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും ചെക്ക് ഉണ്ടാകും. അത് ലെഫ്റ്റും റൈറ്റും ആണെങ്കിൽ ലെഫ്റ്റ് എക്സ്ട്രീമിസ്റ്റിലേക്കോ റൈറ്റ് എക്സ്ട്രീമിസ്റ്റിലേക്കോ പോകാതിരിക്കാൻ, ഇടത് തീവ്ര സ്വഭാവങ്ങളിലേക്കോ വലത് തീവ്ര സ്വഭാവങ്ങളിലേക്കോ അർബൻ നക്സലുകളിലേക്കോ അർബൻ നാസികളിലേക്കോ പോകാതിരിക്കാനുള്ള പ്രവണതയുണ്ടാകും. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിക്കാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഫാക്ടറിൽ കേരളത്തിൽ കിട്ടുന്ന വോട്ടുകൾ വളരെ പ്രധാനമായിരിക്കും. BJP ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് 4-5 മണ്ഡലങ്ങളെയാണ് A+ മണ്ഡലങ്ങളായിട്ടൊക്കെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളാണ്. പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് കഴിയട്ടെ. അതോടൊപ്പം കോൺഗ്രസിനും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. CPMനും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. ബാക്കിയും പാർട്ടികളുണ്ട്. പ്രേമേന്ദ്രൻ സാറിനെ പോലെ ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ പക്ഷത്ത് നിൽക്കുമ്പോഴും ശബരിമലയ്ക്ക് വേണ്ടി ബില്ലൊക്കെ മൂവ് ചെയ്ത വ്യക്തിയാണ്. ഏറ്റവും പ്രഗത്ഭനായൊരു ജനനായകനാണ്. കൊല്ലം അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSPയുടെ വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ പ്രഗത്ഭരുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടികളും മേ ദ ബെസ്റ്റ് മാൻ വിൻ. എല്ലാ പാർട്ടികളും നന്നായി മത്സരിക്കട്ടെ. മേ ദ ബെസ്റ്റ് മാൻ വിൻ. മേ ദെയർ ബി എ ഗുഡ് ഫൈറ്റ്.